ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിപ്പിക്കൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഇതിനകത്ത് നമ്മൾ എന്താണ് ഒരു ടിപ്പിക്കൽ ഐ എ എന്ന് പറയുന്നതും ഏതൊക്കെ ടൈപ്സിലുണ്ട് എന്നുള്ളതും പിന്നെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും എക്സാമ്പിൾസൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് ഒരു ടിപ്പിക്കൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. TIA എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ സിസ്റ്റമോ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് എന്നുള്ള കുറച്ച് ഫാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങളിൽ നിന്നും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നും ലേൺ ചെയ്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ഒരു ടെക്നോളജി, അതാണ് ടിപ്പിക്കൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ഒരു കേന്ദ്രബിന്ദു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ഐ എ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. essay ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ പോയിൻറ്റ് ഓട്ടോണമിയാണ്. അതായത് ഹ്യൂമൻ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ ഈ മെഷീന് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ റിയാക്ടിവിറ്റിയാണ്. നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് പെർസീവ് ചെയ്തുകൊണ്ട് ചേഞ്ചസിനനുസരിച്ചൊക്കെ ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. പിന്നെ പ്രോ ആക്റ്റീവ്നെസ് ആണ്. എന്ത് ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിലും അത് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കും. നമ്മൾ പ്രത്യേകിച്ച് പ്രഷർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ സോഷ്യൽ എബിലിറ്റിയാണ്. ചില ഏജൻറ്റുകൾക്ക് മറ്റു ഏജൻറ്റുകളുമായിട്ടും ഹ്യൂമണുമായിട്ടൊക്കെ ഈസി ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയുന്ന എബിലിറ്റിയും അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അടുത്തത് ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ സ്ട്രക്ചറാണ്. മെയിനായിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സെൻസറാണ്. നമുക്കറിയാം എന്താണ് സെൻസറിൻ്റെ ഫങ്ഷൻ. ആ ഒരു മെഷീൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിൽ നിന്ന് ഡാറ്റ കളക്ഷൻ ചെയ്യുന്നതാണ് സെൻസറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. അത് ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, സ്പീച്ച് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അത് ആക്സസ് ചെയ്യാൻ കഴിയും അതിൻ്റെ ഫങ്ഷനിങ്ങിനനുസരിച്ചിട്ട്. പിന്നെ വരുന്ന സ്ട്രക്ചർ ഏജൻറ്റ് ഫങ്ഷനാണ്. ഏജൻറ്റ് ഫങ്ഷനാണ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിലേക്ക് എത്തുന്ന ഡാറ്റയുടെ ബേസിൽ എന്തൊക്കെ ആക്ഷൻസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതൊരു പ്രോഗ്രാമോ മോഡലോ ആവാം, പക്ഷേ അതാണ് ഫങ്ഷനിങ് ഒക്കെ നടത്തുന്നത്. എന്നിട്ട് അടുത്ത ടീമാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ആ എൻവിറോൺമെൻറ്റിലേക്ക് വേണ്ട ഔട്ട്പുട്ട് ക്യാരി ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ആ സറൗണ്ടിങ്ങിനെ നെക്സ്റ്റ് ടൈമിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരാൾ ഇൻപുട്ട്, ഒരാൾ ഫങ്ഷനിങ്, ഒരാൾ ഔട്ട്പുട്ട് എന്നുള്ള മീനിങ്ങിലാണ് സ്ട്രക്ചറിങ് നടക്കുന്നത്. ഇനി നമുക്ക് ഇൻ്റലിജൻറ്റ് ഏജൻസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സിമ്പിൾ റിഫ്ലെക്സ് ഏജൻസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സറൗണ്ടിങ്ങിൻ്റെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് സെൻസർ ഡയറക്റ്റായിട്ട് റിയാക്ട് ചെയ്യും. അതായത് വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഇപ്പോൾ പറയുകയാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പോൾ അതായത് താപനില കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീനാണ് എങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിനേക്കാൾ ബിലോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഹീറ്റർ ഓട്ടോമാറ്റിക്കലി ടേൺ ഓൺ ചെയ്യും. അതെന്താ സംഭവിക്കുന്നത്? അത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യണം. അതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ആയിപ്പോയി, അവ എന്ത് ചെയ്യണം? ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അത്തരം ഒരു ഏജൻറ്റാണ് സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റ് ഒബ്സേർവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് ഇപ്പോൾ ഒരു റോബോട്ട്, വാക്വം റോബോട്ടൊക്കെ ആണെങ്കിൽ അത് ഓൾറെഡി ക്ലീൻ ചെയ്ത പ്ലേസസ് അതെന്ത് ചെയ്യും? റിമെമ്പർ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മറ്റു ചെയ്ത സ്ഥലം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന ഫോൾട്ടല്ലേ, അപ്പോൾ അത് വരാതിരിക്കാൻ ഇൻറ്റേർണലി അതിനിങ്ങനെ സ്റ്റേറ്റ് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. മനസ്സിലായല്ലോ എന്താണെന്ന്? അതായത് ഒരു വാക്വം റോബോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി ക്ലീൻ ചെയ്ത സ്ഥലം അതിനറിയാം. അപ്പോൾ തിരിച്ചവിടെ തന്നെ പോയി ചെയ്യില്ല, അതിങ്ങനെ ഫിനിഷ് ചെയ്ത് പോകാൻ അതിന് കഴിയും. അതിനെയാണ് മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഗോൾ ബേസ്ഡ് ഏജൻ്റാണ്. അതായത് നമുക്ക് ഇന്ന ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇന്ന രീതിയിൽ നമ്മൾ മൂവ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന ഏജൻ്റാണ് ഗോൾ ബേസ്ഡ് ഏജൻറ്റ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചെസ് പ്ലേയിങ് ഏജൻ്റ് ആണ് എങ്കിൽ ഗെയിം വിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ന രീതിയിൽ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ
ഇങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ആ ഏജൻറ്റിന് കഴിയും. അതിനാണ് ഗോൾ ബേസ്ഡ് ഏജൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ് എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാൻ പെർഫോമൻസ് ആ ഡിവൈസിൻ്റെത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് പെർഫോം ചെയ്യും. അതായത് അത് ആക്ഷൻസ് ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി ഫങ്ഷൻ്റെ ബേസിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡെലിവറി ഡ്രോണാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ടൈമും ബാറ്ററി യൂസൊക്കെ കുറച്ചുകൊണ്ട് എങ്ങനെ റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ റൂട്ടിലൂടെ പോകുന്നതിനേക്കാൾ ഈസി മറ്റേ റൂട്ടിലൂടെയാണെങ്കിൽ ബാറ്ററി മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുറച്ച് യൂസ് ചെയ്താൽ മതി, ടൈം വളരെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ഏജൻറ്റിൻ്റെ പേരാണ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്. പിന്നെ വരുന്നതാണ് ലേണിംഗ് ഏജൻറ്റ്. ഈ ലേണിംഗ് ഏജൻറ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ അതിൽ നിന്ന് ലേൺ ചെയ്തുകൊണ്ട് പെർഫോമൻസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഏജൻസികളാണ്. ഇപ്പോൾ AI അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത് യൂസറുടെ ബിഹേവിയറിൻ്റെ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ മാത്രം ലേണിംഗ് കഴിവുള്ള ഏജൻറ്റുകളാണ്. ഇനി നമുക്ക് റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഏജൻറ്റ്സ്, ഇൻ്റലിജൻറ്റ് ഏജൻസിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ നമ്മളുടെ സെർച്ച് എഞ്ചിൻ തന്നെയാണ്, ലൈക്ക് ഗൂഗിൾ. നമുക്കറിയാം ഗൂഗിളിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, നല്ല അടിപൊളി ഇൻഫർമേഷൻ ഏജൻസാണ്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ഗൂഗിൾ തിരുത്തി തന്നിട്ടാണ് നമുക്ക് റിസൾട്ട് തരിക. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഓട്ടോണമസ് വെഹിക്കിൾസാണ്. അതായത് സെൻസേഴ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നാവിഗേഷൻസ് നടത്തുന്ന വെഹിക്കിൾസ്. എയ്റോപ്ലെയിനിലൊക്കെ കുറേ ഓട്ടോമാറ്റിക് സിസ്റ്റംസ് ഉണ്ടെന്നൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനത്തെ വെഹിക്കിൾസാണ് ഓട്ടോണമസ് വെഹിക്കിൾസ്. പിന്നെ വിർച്വൽ അസിസ്റ്റൻസ് ആണ് നമ്മുടെ സിറി, അലക്സ. അവരൊക്കെ എന്ത് ചെയ്യാണ്, വോയിസ് കമൻസിനനുസരിച്ച് അവർക്ക് റെസ്പോണ്ട് ചെയ്യാനും റിയാക്ഷൻ ചെയ്യാനൊക്കെ കഴിയും. പിന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റമാണ്. ആമസോണും നെറ്റ്ഫ്ലിക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യും, നമുക്ക് സജഷൻസ് തരും. നിങ്ങൾ ഇന്ന കണ്ടൻറ്റ് കണ്ടോളൂ, ഇന്ന വീഡിയോ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന റിയൽ വേൾഡ് എക്സാമ്പിൾസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ടിപ്പിക്കൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്സ് അവൈലബിൾ ആണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിളാണ്, പക്ഷെ നന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേറൊരു വീഡിയോ ചെയ്തതാണ്, പോയി വാച്ച് ചെയ്യണം കേട്ടോ. പിന്നെ പറഞ്ഞ നമ്മൾ സ്ട്രക്ചറാണ്. മെയിനായിട്ട് 3 ടീമാണുള്ളത്, സെൻസർ, ഏജൻറ്റ് ഫംഗ്ഷൻ, ആക്ടിവിറ്റേഴ്സ്. ഇതൊക്കെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റ്, മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ്, ഗോൾ ബേസ്ഡ് ഏജൻറ്റ്, യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്, ലേണിംഗ് ഏജൻറ്റ്, റിയൽ വേൾഡ് എക്സാമ്പിൾസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആർക്കും ഡൗട്ടൊന്നും ഉണ്ടാവില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.